സംസ്ഥാനത്ത് നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ളത് 500 കോടിയോളം രൂപയാണ്. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ച ഇനത്തിലാണ് ഇത്രയും ഉയർന്ന തുക കുടിശ്ശികയായിരിക്കുന്നത്. കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും ലഭിക്കാത്തതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം നൽകാനാണ് ശ്രമമെന്ന് മന്ത്രി വ്യക്തമാക്കി. 2023-24 പുഞ്ചകൃഷി സീസണിൽ 2 ലക്ഷത്തോളം കർഷകരിൽ നിന്ന് 55 കോടി 74 ലക്ഷം കിലോഗ്രാം നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. 1558.59 കോടി രൂപയാണ് നെല്ലിന്റെ സംഭരണ വിലയായി കർഷകർക്ക് നൽകേണ്ടത്. ഇതിൽ 1216.83 കോടി രൂപ കേന്ദ്രവിഹിതം, 355.07 കോടി രൂപ സംസ്ഥാന വിഹിതവും. SBI നെല്ലിന്റെ സംഭരണ വിലയായി 488 കോടി രൂപ നൽകി. കാനറ ബാങ്ക് 600 കോടി രൂപയും നൽകി. ബാക്കി 490.59 കോടി രൂപയാണ് കർഷകർക്ക് കുടിശ്ശികയായിരിക്കുന്നത്. നെല്ല് സംഭരിച്ച് 2 മാസം കഴിയുമ്പോഴാണ് ഈ സ്ഥിതി. കഴിഞ്ഞ വർഷം 2070 കോടി രൂപയുടെ നെല്ലാണ് നെൽകർഷകർ ഉൽപ്പാദിപ്പിച്ചത്. അത് വെച്ച് ഇപ്രാവശ്യം 1500 കോടി രൂപയുടെ നെല്ല് മാത്രമാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾക്ക് 500 കോടി രൂപയോളം ഇനിയും തരുവാൻ കിടക്കുകയാണ്. പണം കിട്ടാത്തത് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. സംഭരണ വില കുടിശ്ശികയ്ക്ക് പുറമെ പമ്പിംഗ് സബ്സിഡി, റോയൽറ്റി, പ്രൊഡക്ഷൻ ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. കേരളത്തിനെ അന്നമൂട്ടുന്ന നെൽകർഷകർ ഇന്നിവിടെ അധികപ്പറ്റായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നെൽകൃഷി ഇനി ഇവിടെ വേണ്ട എന്നുള്ളൊരു നിലപാടാണോ സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. യാതൊരു രീതിയിലുള്ള സബ്സിഡികളും ഞങ്ങൾക്ക് തരുന്നില്ല. കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരിന്റെ ഇൻസെന്റീവും ലഭിക്കാത്തതാണ് സംഭരണ വില കുടിശ്ശികയാകാൻ കാരണമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നിലപാട്. ഒരാഴ്ചക്കുള്ളിൽ കുടിശ്ശിക വിതരണം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷയിലാണ് വകുപ്പ്. ഈ ആഴ്ചയോടുകൂടി ഒരു 300ഓളം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടികളായിട്ട് സ്റ്റേറ്റിന്റെ ഇൻസെന്റീവും അതുപോലെ നൽകാനുള്ള നടപടിയിലാണ്. എത്രയും വേഗം കർഷകന് സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാനുള്ള നടപടിയിലാണ്. ഉഷ്ണതരംഗവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മുൻവർഷത്തെ അപേക്ഷിച്ച് 17.45 ലക്ഷം കിലോഗ്രാം നെല്ലിന്റെ ഉൽപാദന നഷ്ടമാണ് കർഷകർ ഇത്തവണ നേരിട്ടത്. ഈ അവസ്ഥയിലുള്ള കർഷകരെയാണ് സംഭരണ വില നൽകാതെ സർക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. റിപ്പോർട്ടർ R. സുജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.